അനധികൃത മദ്യവിൽപ്പന എക്സൈസിൽ അറിയിച്ചെന്ന് ആരോപിച്ച് യുവാക്കൾക്ക് നേരെ മർദ്ദനം. കൊല്ലം മങ്ങാട് സ്വദേശി സിബി ഫ്രാങ്കോ, സരോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതികളുടെ ഭീഷണി തുടരുന്നതായും യുവാക്കൾ പറയുന്നു. ഈ മാസം 20-നാണ് മർദ്ദനം. പ്രതികളായ മങ്ങാട് സ്വദേശി സുനീഷ്, ശ്യാം, ജോബിൻ, സുനീഷിന്റെ ഭാര്യ സ്മിനിത എന്നിവർ സരോഷിന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഞാൻ അവനെ വിളിച്ചു, എൻ്റെ ഫോണെടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടുപേരും വന്നിരിക്കുന്നു, വരാൻ. അന്നേരം എന്താ വരുന്നതെന്ന് പറഞ്ഞ് വരുന്നെന്ന് പറഞ്ഞു. അന്നേരം കാണാമില്ല. അപ്പെന്ന് പറയുന്ന ഒരു പറഞ്ഞ് ബൈക്കിനകത്ത് അവൻ്റെ പെണ്ണുമ്പിളയും കൊണ്ട് റോഡിൽ വന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഇമ്മ രണ്ടും കൊണ്ട് ഇറങ്ങി പുറത്തോട്ട് ഓടി. എന്ത് കടന്നു ചോദിച്ചു. അന്നേരം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളങ്ങ് നടന്നങ്ങോട്ട് പോയി. മറ്റവന് കാണാൻ ചോദിച്ചു. അന്നേരം കാണാൻ ഇവ ഇങ്ങോട്ട് വരുന്നു. അതായത് ഞാൻ വന്ന് കഥ തുറന്ന് അടയ്ക്കുകയാണ്. ഇവരെല്ലാം പുറത്തല്ലേ. കഥ അടച്ചെന്ന് വെച്ച് നോക്കിയപ്പോൾ കാണാം ഇവനെ ഇട്ട് പിടിക്കുകയും തള്ളിയും. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ അടിക്കാനായിട്ടാണോ എന്നെ കൊണ്ട് വിളിപ്പിച്ചതെന്നും പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഇവനെ പിടിച്ചു. സരോഷ് എത്തിയതിന് പിന്നാലെ മർദ്ദനം തുടർന്നു. എക്സൈസിന് അനധികൃത മദ്യവിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് സരോഷാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മദ്യക്കച്ചവടം ഉണ്ട് അവർക്ക്. ആ മദ്യക്കച്ചവടത്തിൽ ഞാൻ എന്തോ വിളിച്ച് തെറ്റിദ്ധാരണയിലാണ് അവരെന്നെ മർദ്ദിക്കാനായിട്ട് വന്നത്. അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത്. അപ്പം ഞാൻ തൊട്ടടുത്ത് നിന്നായിരുന്നു. അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു. ഞാൻ വീട്ടിൽ വരുന്നു. അവരെന്നെ കാണുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി എന്നെ കൊണ്ടുവന്ന് റോഡിലോട്ടിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. അപ്പം അതിനകത്ത് സുനീഷ്, ശ്യാമാണ് ആദ്യം എന്നെ മർദ്ദിക്കുന്നത്. മർദ്ദനത്തിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ അയൽവാസി സിബിക്കും അക്രമി സംഘത്തിന്റെ പരിക്കേറ്റു. 8:30 9-നായിരുന്നു സംഭവം നടക്കുന്നത്. അന്നേരം വീടിൻ്റെ ഒരു 3 വീടിൻ്റെ അപ്പുറത്ത് ഒരു ആദ്യം വന്ന് ആ പയ്യനെ എടുത്തിട്ട് അടിച്ച്. അങ്ങനെ ഇതെന്തോന്ന് അറിയാൻ വന്നിട്ട് ഈ 4 പേരുണ്ടായിരുന്നു. അതിനകത്തൊരു പെണ്ണും ഉണ്ടായിരുന്നു, ഒരു പൊടി കൊച്ചും ഉണ്ടായിരുന്നു. അതിൻ്റെ കയ്യിലൊരു കല്ലുണ്ടായിരുന്നു. അന്നേരം ആ കല്ലെടുത്ത് എറിയാൻ പറയുന്നുണ്ട്. എറി ആ സിബിയെ എറിയെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. അക്രമങ്ങൾക്ക് പിന്നാലെ യുവാക്കൾ പരാതി നൽകിയതോടെ കിളിക്കല്ലൂർ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രദേശത്ത് സംഘത്തിന്റെ അക്രമം പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. 24 കൊല്ലം.